ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞങ്ങളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അനിയത്തിയും അവളുടെ ഹസ്സും ഞങ്ങളുടെ ആദ്യ ബേബിയും. എൻ്റെ വീട്ടിൽ നിന്നും ഒരു 5 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ സ്ഥലം. അനിയൻ്റെ നാട്ടിലേക്ക് വന്നാൽ അവൻ ഇങ്ങനെയൊക്കെ പുറത്ത് പോയിട്ട് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ഞങ്ങൾ 4 പേരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ്, പക്ഷെ താഴെ ഇറങ്ങി ചെല്ലാൻ ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ. അവിടുത്തെ പ്രകൃതി ഭംഗി കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാതിരിക്കാനും തോന്നുന്നില്ല. എന്നാൽ ഇച്ചിരി റിസ്ക് എടുത്ത് ഞങ്ങൾ 4 പേരും കൂടെ താഴേക്ക് ഇറങ്ങി. ആദി ബേബി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, കാരണം അവൻ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ഫൈനലി ഞങ്ങൾ ഇതാ അവിടെ എത്തി. ഒന്നും പറയാനില്ല, അടിപൊളി. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. അനിയത്തിയും ആദി ബേബിയും കൂടെ ഇതേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. അനിയൻ അവന് മുങ്ങിക്കുളിക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനും കണ്ണിനും എന്തൊരു കുളിർമയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ കളകള സൗണ്ടും ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുളിർക്കാറ്റും പക്ഷികളുടെ കലപില നാദവും വേറൊരു ലോകത്തെത്തിയ പോലെയായിരുന്നു. ആദിക്കുട്ടൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അവന് മീനിനെ പിടിച്ചു കൊടുക്കുകയാണ് അനിയത്തി. തോർത്ത് കെട്ടി ഒരുപാട് ആഴയില്ലാത്ത സ്ഥലത്ത് ചെറിയ ചെറിയ മീനുകൾ ഒരുപാടുണ്ട്. ഇതേ ഒടുക്ക അവൾക്ക് ഒരു മീൻ കിട്ടി കേട്ടോ. അനിയൻ ദൂരത്തേക്ക് പോയപ്പോൾ ആദിക്കുട്ട അവനെ വിളിക്കുവാണ്. ആദിക്ക് അവൻ്റെ അച്ഛനെന്ന് വെച്ച ജീവനാണ് കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ആളുടെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ആദി സ്റ്റോറി ബുക്ക്. ബൈ.